പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും. പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം. പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 23-ാം അധ്യായം 30-ാം വാക്യം. പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തു. ജോബിന്റെ പുസ്തകം 38-ാം അധ്യായം 6-ാം വാക്യം. കർത്താവെ, പ്രഭാതത്തിൽ അങ്ങ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. സങ്കീർത്തനം 5-ാം അധ്യായം 3-ാം വാക്യം. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. സങ്കീർത്തനം 30-ാം അധ്യായം 5-ാം വാക്യം. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും, അവിടുന്ന് എന്റെ സ്വരം കേൾക്കും. സങ്കീർത്തനം 55-ാം അധ്യായം 17-ാം വാക്യം. എന്റെ ഹൃദയമേ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ, ഞാൻ പ്രഭാതത്തെ ഉണർത്തും. സങ്കീർത്തനം 57-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പോഴ്ത്തും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എന്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങന്റെ കോട്ടയും അഭയവുമായിരുന്നു. സങ്കീർത്തനം 59-ാം അധ്യായം 16-ാം വാക്യം. കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു. പ്രഭാതത്തിൽ എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെത്തുന്നു. സങ്കീർത്തനം 88-ാം അധ്യായം 13-ാം വാക്യം. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. സങ്കീർത്തനം 90-ാം അധ്യായം 14-ാം വാക്യം. കിന്നരവും വീണയും മീട്ടി പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. സങ്കീർത്തനം 92-ാം അധ്യായം 3-ാം വാക്യം. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി കേൾക്കട്ടെ, എന്തെന്നാൽ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത്. സങ്കീർത്തനം 143-ാം അധ്യായം 8-ാം വാക്യം. പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം. പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 14-ാം വാക്യം. കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. യെശയ്യായുടെ പുസ്തകം 32-ാം അധ്യായം 2-ാം വാക്യം. പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളെ ശിക്ഷണിയെന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എന്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. യെശയ്യായുടെ പുസ്തകം 50-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ. കർത്താവ് അരുളിച്ചെയ്യുന്നു, പ്രഭാതത്തിൽ നീതി നിർവഹിക്കുക, കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ കുതിച്ചുയരും. ആർക്കും നശിപ്പിക്കാനാകാത്ത വിധം അത് ആളിക്കത്തും. ജെറമിയയുടെ പുസ്തകം 21-ാം അധ്യായം 12-ാം വാക്യം. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ. എല്ലാ പ്രഭാതത്തിലും മുടങ്ങാതെ അവിടുന്ന് തന്റെ ന്യായം വെളിപ്പെടുത്തുന്നു. എന്നാൽ നീതിരഹിതന് ലജ്ജ എന്തെന്ന് അറിഞ്ഞുകൂടാ. സെഫാനിയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. പ്രഭാതമായപ്പോൾ യേശു ഒരു വിജനസ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായം 42-ാം വാക്യം. പ്രഭാതമായപ്പോൾ യേശു ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന പേര് നൽകി. ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും യേശുവിന്റെ ശവകുടീരം സന്ദർശിക്കാൻ വന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1-ാം വാക്യം. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 9-ാം വാക്യം. പ്രഭാത പ്രാർത്ഥന. ഞങ്ങളുടെ സ്രഷ്ടാവും പിതാവുമായ ദൈവമേ, ഈ സുപ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പാപികളായ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് അനയിച്ച കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. വിശ്വാസത്തോടും തീഷ്ണതയോടും കൂടി അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിപ്പിക്കണമേ. ഞങ്ങളുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പ്രകാശം വീശി ഞങ്ങളെ നയിക്കുകയും എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. മിശിഹായിൽ എല്ലാം നവീകരിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയുടെ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയാൽ ദുഷ്ടസൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയിൽ തുണയും സങ്കേതവും നൽകി സ്നേഹപൂർവ്വം ഞങ്ങളെ നയിക്കുകയും അങ്ങയുടെ പരിപാലനയുടെ തണലിൽ ഇന്നേ ദിവസം ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്റെ ശരീരവും ആത്മാവും അവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എന്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയം വഴി എന്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എന്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരങ്ങളെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും ബന്ധുമിത്രാദികളെയും കുടുംബാംഗങ്ങളെയും എന്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതവും നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എന്റെ കാവൽ മാലാഖയെ, ദൈവത്തിന്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവ്വം കാത്തുസൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.